പെണ്ണിന്റെ മനസ്സോട് കൂടി ജനിക്കുന്ന ആണ്, ആണിന്റെ മനസ്സോട് കൂടി ജനിക്കുന്ന പെണ്ണ്. തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? എന്തായാലും ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് നല്ല നിലയും വിലയും ഉണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ ആ നിലയും വിലയൊക്കെ കളയുന്ന ആളുകളുണ്ട്. രാത്രി ഒരു 11-12 മണിക്ക് ശേഷം ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ തന്നെ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. സ്ത്രീവേഷം കെട്ടുന്ന കുറെ പുരുഷന്മാർ റോഡ് സൈഡിൽ ഉണ്ടാവും. ഓരോ കടയുടെ ഒക്കെ അടഞ്ഞെടുക്കല രാത്രി അവിടെ സൈഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ അയ്യോ ചൂള വന്നില്ല അങ്ങനെയൊക്കെ വിളിച്ചിട്ട് നിൽക്കുന്ന കുറെ എണ്ണത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ കേരളം വിട്ടുപോയ കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഇനി ബോംബെയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. അപ്പൊ ഇവരിൽ തന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. പൊതുവെ ഇവരെല്ലാവരും കാണുന്ന ഒരു കണ്ണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളതാ. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഓക്കെ, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയാണ്. അതായത് ആ വീഡിയോയിൽ പുരുഷനായിരുന്നു അവര്. ആ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിന്റെ മനസ്സോട് ജീവിപ്പെടുത്താൻ മറന്നിട്ടിരിക്കുന്നത് എനിക്ക് തീരാൻ കണ്ട് മനസ്സിലായില്ല. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വിവാഹം കഴിച്ചു എന്നുള്ളത്. നമ്മളൊരു ഐഡന്റിറ്റി നമ്മൾ തീരുമാനിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അല്ലെ? ആ ഒരു സമയത്താണ് നമ്മൾ വീട്ടുകാർ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കാറ്. വീട്ടുകാരോട് പറയണമായിരുന്നു എന്റെ മനസ്സിനുള്ളിൽ നിറച്ച് പെണ്ണാണ്, എനിക്ക് ഒരാണായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതൊന്നും പറഞ്ഞില്ല. വീട്ടുകാർ ഒന്ന് പുഷ് ചെയ്തപ്പോൾ കല്യാണം കഴിച്ചു. പിന്നെ മനസ്സിനുള്ളിൽ ഒരു പെണ്ണാണ്, പക്ഷെ എങ്ങനെ കുഞ്ഞുണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ആ ഒരു മനോഭാവമുള്ള ഒരാൾക്ക് എന്തായാലും ഈ ഒരു കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ളത് അറിയാവുന്ന തന്നെയല്ല എല്ലാവർക്കും. അതുകൂടാതെ ഈയിടെ തന്നെ ഒരു ട്രാൻസ് കപ്പിൾ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒരാണും പെണ്ണും ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായി ഉണ്ടായ കുഞ്ഞാണ്. പക്ഷെ ചാനൽസ് അത് കൊണ്ടാടിയത് വേറെ രീതിയിൽ. എന്താവട്ടെ, സർജറി കഴിയാത്തിടത്തോളം കാലം ആണാണും പെണ്ണുമാണ്. അത് ലീഗലി പേപ്പർ വർക്കൊക്കെ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നിയമത്തിന്റെ മുന്നിൽ പോലും ആണാവുന്നതും പെണ്ണാവും. പെണ്ണാണാവുന്നത് ആണ് ഭണ്ടാരം അങ്ങോട്ട് തിരിഞ്ഞെടുക്കാൻ അല്ലേ? അപ്പൊ ഇവരുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? മനസ്സിനുള്ളിൽ പെണ്ണാണ്. എന്റെ പൊന്നു ചേട്ടാ, അവിടെ ചേട്ടനാണോ പെണ്ണാണോ എന്തോട്ടെ, അവിടെ പോയി നിൽക്കരുത്. ആ പെൺകുട്ടിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ആണ് പെണ്ണാവുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ ഇവർ പെണ്ണാവുന്നത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പെണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഒരു സ്ത്രീ പോലും നാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രമാണ് ഇവർ ധരിക്കുക. ഇവരുടെ വസ്ത്രം തന്നെ കണ്ടില്ലേ? അതെന്തോ ഒരു വാശിക്ക് ചെയ്യുന്നത് പോലെ. ഇങ്ങനെ വരുന്ന ആളുകൾ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ട്രാൻസ് വുമണായി വരുന്നു. വന്നതിന് ശേഷം ഭയങ്കര മോശപ്പെട്ട വസ്ത്രങ്ങളാണ് ഇടുന്നത്. ആ വസ്ത്രങ്ങളെ മോശപ്പെട്ടതാണ് എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ അതിനെ കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ ഈ ഒരു വസ്ത്രത്തെ കുറിച്ചിട്ട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. എന്തായാലും വേറൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് പുരുഷനാണ്. ഈ പുരുഷനായ ഇവർ ഇപ്പൊ വേഷം കെട്ടി ഒരു സ്ത്രീയായി എന്ന് പറയുന്നു. ആ ഒരു കുട്ടിയുടെ അടുത്തേക്കൊന്നും പോകാതിരിക്കാൻ നല്ലത്. നാട്ടുകാരെ മുന്നിൽ നിന്ന് കേട്ടറിയുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവർക്കത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കൊരു പ്രതീക്ഷയില്ല അങ്ങനെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവുമെന്നൊന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ശരിയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്, അതും ശരിയാണ്. പക്ഷെ ഈ അംഗീകരിക്കുന്ന ആളുകളുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ജാതീയ ചിന്താഗതിയുള്ള നാടാണ് നമ്മുടെ നാട്ടിൽ. ഇതിപ്പോ 2 ജാതിയിൽപ്പെട്ട ആളുകൾ പ്രേമിച്ചു എന്ന് വിചാരിക്കുക. പുറത്തുനിന്ന് കാണുന്ന ഒരാൾ പറയും അടാ 2 ജാതി അതൊക്കെ എന്താ പ്രശ്നമുള്ളത്, കെട്ടിച്ച് വിട് എന്ന് പറയും. അതേ ആളുടെ വീട്ടിൽ വേറൊരു ജാതിയിൽ നിന്ന് ഒരാളൊന്ന് പെണ്ണ് ചോദിച്ചു പോയൊക്കെ അറിയാം. ഇനിയും മാറാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നുള്ളത്. നമുക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് സ്വന്തം ലൈഫിലേക്ക് വരുമ്പോൾ ആരും അത് അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഇവര് പുരുഷനായിരിക്കുന്ന സമയത്ത് ഒരു വിവാഹം കഴിച്ചിട്ട് കുഞ്ഞുണ്ട്, അവര് മരണപ്പെട്ടു, അതായത് ഭാര്യ മരിച്ചപ്പോൾ ഇവര് നേരെ പെണ്ണായി. ഓക്കെ, കൊള്ളാം. നമുക്ക് എന്തായാലും ജാസിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, കാണാം. ഈ സമയങ്ങളിലൊന്നും എനിക്ക് ഈ കല്യാണം വേണ്ട, എനിക്കൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് കാണല് ഞങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല. ഞാൻ ദുബായിലായിരുന്നു, ഫോട്ടോ കണ്ട് അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടിലേക്ക് വരുന്നു, കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു, ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പെണ്ണ് കാണൽ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആണുങ്ങളെ പോലെ അഭിനയിക്കണമല്ലോ. ഉള്ളിൽ പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണമല്ലോ ആണുങ്ങളെ മുമ്പിൽ. നമ്മളൊന്ന് വിശ്വസിക്ക് പോണ വാക്കുകളാണ് അതൊക്കെ. ഉള്ളിൽ പെണ്ണാണെങ്കിൽ ആണിനെ പോലെ അഭിനയിച്ച് കാണിക്കണം. എന്തിനാ അഭിനയിച്ച് കാണിക്കുന്നത്? നിങ്ങളെ ഐഡന്റിറ്റി നിങ്ങൾ ഓൾറെഡി മനസ്സിലായി റിവീൽ ചെയ്ത കാര്യമാണ് അല്ലേ? ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സമ്മതിച്ചില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഉമ്മയ്ക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ സമ്മതിച്ചില്ല, അത്ര കെട്ടണം എന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഉമ്മയുടെ നിർബന്ധമാണ്? അല്ല, ഉമ്മയുടെ നിർബന്ധം മാത്രമല്ല,
ഞങ്ങൾ രണ്ടാളും, ഞാൻ ദുബായിലായിരുന്നല്ലോ, ഞങ്ങൾ രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒരു പുരുഷൻ ആണെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ലെസ്ബിയൻ ആ ടൈപ്പ്. ഇവിടെ ഇവള് പെണ്ണാണ് എന്ന് അവൾക്കറിയാം, ഇവനറിയാം. എന്നിട്ട് പോലും അവർക്ക് ആ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം ബ്ലിങ്ക് അടിച്ചില്ലേ. അടുത്തത്, ഇപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളായതുകൊണ്ട് അവരോട് ഞാൻ പറയും, എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാക്കണേ, ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. ഭയങ്കര എൻ്റെ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് പറഞ്ഞ ജീവിതത്തിൽ. അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ. എൻ്റെ കല്യാണം ഓൾറെഡി ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അങ്ങനെ ഉപ്പാൻ്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണ് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും, ഒരു പെണ്ണ് കല്യാണം കഴിച്ചാലും കല്യാണം കഴിഞ്ഞാലൊക്കെ ഇത് മാറും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത്. ആരാണത് പറഞ്ഞത്? അത് പറഞ്ഞ ആളെ അല്ല മടലെടുത്തിട്ട് ചന്തിക്ക് 4 പടപടയ്ക്കണം. എന്തുവാടേ ഈ മനോഭാവമുള്ള ആളുകളെ ചെറുപ്പം മുതലാണ് മാറ്റിയെടുക്കേണ്ടത്. ഇവന്റെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടെന്നുള്ള വീട്ടുകാർക്ക് അറിയാം. കൗൺസിലിംഗ് നടത്തി മാറ്റേണ്ട ഒരു അസുഖത്തെ കല്യാണം കഴിച്ചു കൊടുത്ത് ആ ഒരു പെൺകുട്ടിയുടെയും ജീവിതം കൂടി നശിപ്പിച്ചിട്ട് അല്ല അടിപൊളി ഇവന്റെ ഒക്കെ ശരിയാവുന്നുള്ള. അതായത് സ്വന്തം മകന്റെ ഒരു അസുഖം മാറണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച വീട്ടുകാർ കൊള്ളാം. ഫോട്ടോഗ്രാഫറോട് പറയുന്നു ആണിൻ്റെതായിട്ടല്ലാത്ത എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കണം എന്നുള്ളത്. അപ്പൊ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾക്ക് അപ്പോഴും അറിയാം. എന്ത് ചെയ്യണമായിരുന്നു? താല്പര്യമില്ല, ഞാൻ കെട്ടുന്നില്ല എന്നുള്ളത്. എന്നിട്ട് കെട്ടിക്കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് കുറെ കാലത്തിന് ശേഷം കുറച്ച് കൂടുതൽ ന്യായീകരണം ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ്. പിന്നെ ഞാൻ കാരണം നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി, കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക്, കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത്. അപ്പൊ ഫേസ് ചെയ്തല്ലോ. ആ ഫേസ് ചെയ്യണ സമയത്ത് പറയായിരുന്നില്ലേ, എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ നിന്നെ എന്റെ സഹോദരിയായിട്ടാണ് കാണുന്നത് എന്നുള്ളത്. കല്യാണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിന്റെ ഉള്ളിലോട്ട് കയറാൻ വയ്യ പോലും. കൊള്ളാം. അല്ല, പിന്നെ ആ കുട്ടിയോട് എങ്ങനെ ഈ കാര്യം അവതരിപ്പിച്ചത്? ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഇങ്ങനെ, പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രമാണേ. നിങ്ങളുടെ തോന്നല് മാത്രമാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത്. അത് ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ പിന്നെ അവർ വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞപ്പോഴേക്കും എന്നെ ഒഴിവാക്കാൻ അവർ തയ്യാറായി എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുന്നേ തന്നെ ചെയ്യേണ്ടതല്ലേ എൻ്റെ പൊന്നി ജാസിയേട്ടാ? ഈ ജാസിയേട്ടൻ്റെ ഒരു അവസ്ഥ, എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ അപ്പുറത്താണ് ആളുടെ വീട്, കുറ്റിപ്പുറം. എടപ്പാളിൽ നിന്ന് അത്ര കിലോമീറ്റർ മാറ്റേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സ്വന്തം ലൈഫ് ശരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ലൈഫ് ഒട്ടക്കണക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിച്ച ആളാണ് നീ. കൊള്ളാം. തൊട്ടടുത്ത് ഒരുത്തിരുന്നിട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോ അവള് ഓക്കെ ആയിരുന്നു. അങ്ങനെ മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിൽ പോവുക ചെയ്തത്. രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാവാൻ പക്വതയുള്ള ഒരു സമയത്താണ് വിവാഹം കഴിച്ചതെന്നാണ് അതിനർത്ഥം. പിന്നീടാണ് അവർ പോയത്. കല്യാണം ഒരുപാട് ആളുകളെ വിളിച്ച് അത്രയും സമ്പത്ത്, അത്രയും പൈസ ചെലവാക്കി അവർ കഷ്ടപ്പെട്ടിട്ടൊരു വിവാഹം, കഷ്ടപ്പാട് തന്നെ ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ ആ കഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ചയച്ചിട്ട് ഓൻ ആദ്യ രാത്രി പെണ്ണിനോട് പറയാ, മള്ളേ എനിക്കതില്ല, എനിക്ക് ഇതാണ്, അതുകൊണ്ട് നീ പോണം, അതാ നല്ലത്. എടാ പൊന്നു മോനെ, വിവാഹം ഉറപ്പിച്ച സമയത്താണ് അല്ലെങ്കിൽ മുന്നേ തന്നെയാണ് ഇത് പറയേണ്ടത്. അതൊക്കെയും കഴിഞ്ഞ് ഈ ഒരു സന്ദർഭത്തിൽ അവരെ 2ാം കെട്ട് എന്നൊരു കാര്യത്തിലേക്ക് എത്തിച്ചു നിർത്തുക. അതായത് ഈ വിവാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത 2ാം കെട്ട. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും 2ാം കെട്ട. ഇനി ഒരു ദിവസം ഒപ്പം ഇരുന്നു അല്ലെങ്കിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അത് മോശമായി പോയി. അങ്ങനെയുള്ള കുറേ പെണ്ണിന്റെ ജീവിതം കളഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആ കുട്ടിനെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി +1 +2 പഠിക്കായിരുന്നു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഡിപ്ലോമ കോഴ്സ് ചെയ്തു. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത്. പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം പേയ്മെന്റ് കൊടുക്കണമല്ലോ നിക്കാഹ് കഴിഞ്ഞുകൊണ്ട്. അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിയുന്നത്. പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അല്ലടാ, ആ സ്വർണ്ണൊക്കെ എടുത്ത് അലമാര പൂട്ടി വെക്ക. നിന്റെ കാരണം കൊണ്ടാണ് ആ കല്യാണം മുടങ്ങിയിട്ടുള്ളത്. നീ നിർബന്ധമായി നഷ്ടപരിഹാരം കൊടുക്കുക തന്നെ വേണം. നിന്റെ ഫാമിലി കാരണമാണ് ആ ഒരു കുട്ടിക്ക് 2ാം കെട്ട് എന്ന പേര് പോലും ഇപ്പൊ വരാൻ കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞില്ല എന്നാ പറയുന്നത്, അതുകൊണ്ടാണ് അത് പറയുന്നത്.
അതായത് ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് ഏതൊരു പെണ്ണും വിവാഹത്തിന് ഒരുങ്ങുന്നത്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിക്കാഹ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഞങ്ങൾ സൊള്ളിയിട്ടുണ്ട്, അതാണ് അതിനർത്ഥം. ചിലവിന് കൊടുത്തിട്ടുണ്ടല്ലോ, സൊള്ളിയിട്ടുണ്ട്. ആ സൊള്ളുമ്പോഴൊക്കെ അവനത് ആസ്വദിച്ചിട്ട് അത് കഴിഞ്ഞ് അവളെ വിവാഹം കഴിച്ചതിന്റെ ശേഷം ഒഴിവാക്കി പോയി അല്ലെ. പഠിപ്പിച്ചത് ഞാനാണെന്ന്. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പൈസ ഇല്ലാത്തവരാണോ? അതിലൂടെയും നീ വീണ്ടും അവിടെ അപമാനിക്കുകയല്ലേ എൻ്റെ പൊന്നു മോനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ജാസിയെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള, ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടുള്ളത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അത് കാണട്ടെ എന്നിട്ട് പറയാം. അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ കൊടുത്തു. കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാൽ അത് ബെറ്റർ ആയിക്കോളും എന്ന് വിചാരിച്ചു ഉമ്മ പറഞ്ഞു അതൊന്നും വാങ്ങണ്ട, ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പെണ്ണോട് ജീവൻ നശിപ്പിച്ചൊന്നും തോന്നാറില്ല, സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ ഞാൻ. എന്റെ പൊന്നു മോനെ, മഹർ പിന്നെ നിനക്ക് വാങ്ങി കൊണ്ടുപോകാന്നാണ് വിചാരം? ഇവിടെ വലിയൊരു ക്രൈമാണ്, വളരെ മോശപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ ലൈഫാണ് വെച്ച് കളിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ മഹർ കൊടുത്തതും തിരിച്ചു വാങ്ങാം. നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ പൈസയും കൊടുക്കാത്തൊന്നും നിങ്ങൾക്ക് അതൊന്ന് ഊരിപ്പോരാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ആ കുട്ടിയുടെ ലൈഫ്, ഞാൻ ആ ലൈഫിനെ കുറിച്ച് പറയാം. ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ടാവും ഏതൊരു പെൺകുട്ടി ഒരു വിവാഹത്തിന് ഒരുങ്ങുന്നുണ്ടാവും അല്ലെ. ആ വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബജീവിതമൊക്കെ നയിച്ചാൽ അടിപൊളിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നതാവും. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ലൈഫ് അവിടെ നിന്ന് മുറിച്ചു പോയി ആ ഒരു പെൺകുട്ടി വീട്ടിലിരിക്കും. പിന്നെ മറ്റൊരു വിവാഹം കഴിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ പോയാലും ആദ്യമായി കല്യാണം കഴിക്കുന്ന ഒരാളെ കിട്ടില്ല, രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം കിട്ടുക. അങ്ങനെ വരുന്ന ആളുകളുടെ മനോഭാവം എങ്ങനെയാവുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഇനി ഒരു പക്ഷെ ഈ ഒരു ജാസിയുടെ അവസ്ഥയിൽ നിന്ന് മാറി വല്ല ഒരാളാണെങ്കിൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാത്ത പക്ഷം ഒരു പഴഞ്ചൻ ചിന്താഗതിയൊക്കെ ഉള്ള ഒരാളെ കെട്ടി അതായത് ഇനി വരുന്ന കല്യാണത്തിന് കൂടുതലായി സംസാരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അയ്യോ പെണ്ണ് വീട്ടിലിരിക്കുകയാണ്, കെട്ടിച്ചു വിടണം എന്നുള്ള ധാരണയിൽ വീട്ടുകാർ കെട്ടിച്ചു വിടും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം വളരെ മോശപ്പെട്ട അനുഭവമാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യ വിവാഹം മൂഞ്ചി, രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നത് ജീവിതവും മൂഞ്ചും. കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല. ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം. അതിപ്പോ സെറ്റിൽ ആയോ കല്യാണം? അവള് ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. നല്ല അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയാം ഒരു കുട്ടിയുടെ ലൈഫ് ഞാൻ മോഞ്ചിപ്പിച്ച് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന ട്രാൻസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളോട്, ഇനി അങ്ങനെ തന്നെ ജീവിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് ഇങ്ങനെ മറ്റുള്ള ആളുകളുടെ ലൈഫ് വെച്ച് നിങ്ങൾ പന്താടരുത് എന്നുള്ളത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ചിലപ്പോൾ നിങ്ങളിൽപ്പെട്ടവരാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ റോഡ് സൈഡുകളിൽ രാത്രി, എൻ്റെ ഭാഗത്ത് ഞാൻ കാണുന്ന കാര്യം പറയുന്നുള്ളൂ, ഇല്ലാത്ത കാര്യം പറയുന്നില്ല, എനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ പറയുന്നത്. റോഡ് സൈഡിലെ എടപ്പാൾ ഭാഗത്തൊക്കെ ഈ സാരിയൊക്കെ ഉടുത്ത് ആ ഒരു രീതിയിൽ ഈ പൊന്ത ഇരുട്ടുള്ള ഭാഗങ്ങളിൽ മാറി നിന്ന് ആളുകളെ എന്ന് വിളിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരോട് എനിക്ക് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം തൊഴിലെടുത്ത് നല്ല മാന്യമായ രീതിയിൽ ജീവിക്കുക. പിന്നെ കുറച്ച് ആളുകളുള്ളത് ബസ്സുകളിൽ, ട്രെയിനുകളിൽ. നമ്മുടെ നാട്ടിൽ അതില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. അവർ വന്ന് മടിയിൽ കയറിയിരിക്കുക, മുണ്ട് പൊക്കി കാണിക്കുക, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഓടുക, തിരിച്ചു ചോദിക്കാൻ വന്ന അവരാണാണ്, പെണ്ണല്ല. ആണിന്റെ കരുത്തുള്ള ആളുകളാണ്. ഇപ്പൊ ഈ കേരളത്തിൽ തന്നെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു അല്ലെ. അതെന്തോ മർദ്ദനാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാഴ്ത്തപ്പെടേണ്ടവർ വാഴ്ത്തപ്പെടട്ടെ, അല്ലാത്ത ആളുകളെ വാഴ്ത്തപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിലും നമുക്കൊരു മൗലികാവകാശം ഉള്ളത്, അത് ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കുമാണ്. ആ ഒരു മൗലിക അവകാശങ്ങൾ എല്ലാവർക്കും കിട്ടണം. നിങ്ങൾ ലീഗലി നിങ്ങൾ ആണാണോ പെണ്ണാണോ തെളിയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ആണായി ജനിച്ച് എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം SSLC ബുക്ക് മുതൽ അങ്ങോട്ടുള്ള ഡാറ്റകൾ എനിക്ക് മതി. ഭാവിയിൽ ഞാൻ പെണ്ണാവാൻ ആഗ്രഹിക്കുമ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരുമല്ലോ അല്ലെ. സർജറി എന്നൊരു സാധനം ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്ത്രീയുടെ ടോയ്ലറ്റിലേക്ക് കയറാൻ കഴിയില്ല, പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് അവർക്കും കയറാൻ കഴിയില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മുഖാന്തരം മറ്റൊരാളുടെ ലൈഫ് മൂഞ്ചിപ്പിക്കരുത് അല്ലെ. അത് അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ജാസി ന്യായീകരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു എന്നുള്ള കാര്യം മാത്രം. അതായത് ഞാൻ ആ കാര്യത്തിൽ വിജയിച്ചു, ഞാനത് വിജയിക്കുമ്പോൾ മറ്റൊരാളുടെ ലൈഫ് മൂഞ്ചി എന്നവർ ചിന്തിക്കുന്ന പോലില്ല. ഫസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ച ആൾ പറഞ്ഞു വെച്ചാൽ ആണായി ജനിച്ചു, ആണായിട്ട് തന്നെ ഒരു കുഞ്ഞുണ്ടായി, പിന്നെ ഞാൻ പെണ്ണായി. പെണ്ണിന്റെ മനസ്സുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു അച്ഛനാവുക? എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളും അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.